സുബഹി നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ, അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം നിർവഹിക്കുന്ന റവാത്തിബിന്റെ 2 റക്അത്ത് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിച്ച 2 സൂറത്തുകളുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫി റക്അത്തയിൽ ഫജ്രി, ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചപ്പോൾ അവിടുന്ന് പാരായണം ചെയ്തു ഫാത്തിഹയ്ക്ക് ശേഷം 1-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും 2-ാം റക്അത്തിൽ വഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്തും പാരായണം ചെയ്തു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഇതേ കാര്യം തന്നെ ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ പദം കാണാൻ സാധിക്കും. റമഖ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 20 മറത്തൻ, 20ഓളം തവണ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുകയുണ്ടായി. യഖറഉ ഫി റക്അത്തൈനി ബഅദൽ മഗ്രിബി വഫി റക്അത്തൈനി ഖബ്ലൽ ഫജ്രി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. അവിടുന്ന് മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്തിലും ഫജ്റിന്റെ മുമ്പ് നിസ്കരിക്കേണ്ടുന്ന സുബഹിയുടെ 2 റക്അത്ത് സുന്നത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്തിലും 2-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും പാരായണം ചെയ്തു. ഈ ഹദീസ് കൊണ്ട് എന്തും കൂടെ കിട്ടി? ഇത് മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും ഇത് ബാധകമാണ് എന്ന്. അപ്പൊ സുബഹിയുടെ സുന്നത്തിലും മഗ്രിബിന്റെ സുന്നത്തിലും ഈ 2 സൂറത്തുകൾക്ക് പ്രത്യേകം പാരായണം ചെയ്യൽ പുണ്യമുണ്ട്.